ഈ ഡിജിറ്റൽ എവിഡൻസിനെ പറ്റി പറയുമ്പോഴേ നമുക്ക് ഈ ഹാഷ് വാല്യൂവിനെ മാറ്റി നിർത്തി സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദിലീപ് കേസിൽ നമ്മളത് ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്തു. എന്താണ് ഹാഷ് വാല്യൂ? നമ്മളിപ്പോൾ ഒരു ചെക്ക് എടുത്തു പറയുമ്പോൾ നമ്മൾ ഒപ്പിട്ടു, നമ്മുടെ ഒപ്പ് മാറിയിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണ പോലെ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ ഒരു സിഗ്നേച്ചർ ഔട്ട് എടുക്കുകയാണ്. അതാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. ആ സിഗ്നേച്ചർ ഈ ഡോക്യുമെൻറ്റിൽ എന്ത് ചേഞ്ചസ് വന്നാലും വരും. അത് ഇപ്പം മൊബൈലാണെങ്കിലും മറ്റേ പെൻഡ്രൈവ് ആണെങ്കിലും ഹാർഡ് ഡിസ്ക് ആണെങ്കിലും ഏതാണെങ്കിലും ഇപ്പം നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ട്രാക്ക് എടുത്തിട്ട് അതൊരു ഡോക്യുമെൻ്റ് ആക്കി ആ ഡോക്യുമെൻറ്റിനെ എവിഡൻസ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യണം. അതൊരു ഡോക്യുമെൻ്റ് ആക്കി നമ്മൾ അതിൻ്റെ ഒരു ഹാഷ് വാല്യൂ എടുത്തു. ആ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത ആൾ അടുത്തത് അതിനകത്ത് 2 സ്ഥലത്ത് വായിക്കാത്തൊരു ബുദ്ധിമുട്ടാകുന്ന 2 സ്പേസ് ഇട്ടു, ഹാഷ് വാല്യൂ മാറും. അപ്പോൾ നമ്മളിപ്പം കോടതിയിൽ സബ്മിറ്റ് ചെയ്തൊരു സാധനം ഹാഷ് വാല്യൂ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അവർ കോടതിയിൽ നിന്ന് ദുരുപയോഗം ചെയ്തിട്ട് ആരെങ്കിലും കോപ്പി ചെയ്താലും അതിൻ്റെ ഡാറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാലും ഒക്കെ ഇതിൽ കാണും. അതാണ് അപ്പോൾ ആ കേസിൽ വന്നിട്ടുള്ളത് അല്ലേ? ഓപ്പൺ ചെയ്താലും ഹാഷ് വാല്യൂ മാറുമോ? ഓപ്പൺ ചെയ്താലല്ല, അതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് നടത്തിയാൽ ഹാഷ് വാല്യൂ മാറും. കോപ്പി ചെയ്ത ഹാഷ് വാല്യൂ മാറും? ഇല്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ?